ലോകമാകെ സൗന്ദര്യവർദ്ധക വസ്തുവായി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത് ഹെയർ ഡൈ ആണ്. എന്നാൽ ഹെയർ ഡൈ കാൻസർ സാധ്യത വർദ്ധിപ്പിക്കാമെന്ന് നീണ്ട കാലമായി പറയപ്പെടുന്നുണ്ട്. ശാസ്ത്രീയ പഠനങ്ങൾ അനുസരിച്ച് ഹെയർ ഡൈയുടെ ഉപയോഗം ബ്ലാഡർ കാൻസറിനും സ്തനാർബുദത്തിനും ലുക്കീമിയ, ലിംഫോമ പോലുള്ള രക്താർബുദങ്ങൾക്കും കാരണമാകാം. ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് ബ്ലാഡർ കാൻസറാണ്. ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ കാൻസർ (IARC) വ്യക്തമാക്കുന്നതുപോലെ ഹെയർ ഡൈയിൽ ചില അപകടകരമായ രാസവസ്തുക്കളുണ്ട്. ഇവ കാൻസറിന് കാരണമാകാൻ സാധ്യതയുള്ളവയാണ്. ബാർബർമാർ, ഹെയർഡ്രസ്സേഴ്സ്, സലൂണുകളിൽ ജോലി ചെയ്യുന്നവർ പോലെ ഹെയർ ഡൈയുമായി സ്ഥിരമായി സമ്പർക്കത്തിലാകുന്ന പ്രൊഫഷണലുകൾക്ക് കാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹെയർ ഡൈയിൽ അടങ്ങിയിരിക്കുന്ന അമോണിയ, ഹൈഡ്രജൻ പെറോക്സൈഡ്, പാരാഫിനൈൽ എനൈഡിയമീൻ, PPD തുടങ്ങിയ ഘടകങ്ങളാണ് പ്രധാന അപകടകാരികൾ. അമോണിയ തലമുടിയുടെ pH നില ഉയർത്തി പുറംപാളി തുറക്കുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ് പിഗ്മെന്റുകളെ വിഘടിപ്പിച്ച് ചായം പിടിക്കാൻ സഹായിക്കുന്നു. PPD തലമുടിയിൽ ദീർഘകാലം നിലനിൽക്കുന്ന നിറം നൽകുന്ന രാസഘടകമാണ്. ഈ ഘടകങ്ങൾ ഫലപ്രദമാണെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം. അമോണിയ തലയോട്ടിയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുകയും ഹൈഡ്രജൻ പെറോക്സൈഡ് അമിതമായി ഉപയോഗിക്കുമ്പോൾ തലമുടിക്ക് കേടുവരുത്തുകയും ചെയ്യാം. PPD ചിലരിൽ അലർജി ഉണർത്തും. ഈ രാസവസ്തുക്കൾ തലയോട്ടിയിലൂടെ ശരീരത്തിൽ പ്രവേശിച്ച് രക്തത്തിൽ കലർന്ന് പിന്നീട് മൂത്രസഞ്ചിയിലേക്ക് എത്തുകയും അത് കാൻസറിന് കാരണമാകാൻ സാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നു. വീടുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഹെയർ ഡൈ ഉപയോഗിക്കുന്നവർക്ക് കാൻസർ സാധ്യത വളരെ കുറവാണ്. എന്നാൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ദൈർഘ്യമായി ഹെയർ ഡൈ ഉപയോഗിക്കുന്നവർ വളരെ ജാഗ്രത പാലിക്കണം. ഗ്ലൗസ് ധരിക്കുക, വായുസഞ്ചാരമുള്ള സ്ഥലത്ത് ജോലി ചെയ്യുക, അപകടകാരികളല്ലാത്ത ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിവ അത്യന്തം പ്രധാനമാണ്. കൂടാതെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ അപകടകാരിയായ രാസവസ്തുക്കളുടെ ഉപയോഗവും സമ്പർക്കവും പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ്. 1980 മുൻപ് ഹെയർ ഡൈകളിൽ ഉപയോഗിച്ചിരുന്ന ചില രാസങ്ങൾ ഇന്ന് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പുതിയ ഫോർമുലകളിൽ മാറ്റം വരുത്തിയതിനാൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമായ ഹെയർ ഡൈകൾ മുൻകാലത്തേക്കാൾ സുരക്ഷിതമാണ്.